എല്ലാവർക്കും SSC RRB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ഹരിയങ്ക ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ഡൈനാസ്റ്റി ദാറ്റ് റൂൾഡ് ഓവർ മഗധ കിങ്ഡം? അപ്പം മഗധ കിങ്ഡം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഭരിച്ച ആദ്യത്തെ രാജവംശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ പഠിക്കുന്ന ഏതാണ്? ഹരിയങ്ക ഡൈനാസ്റ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഓർത്തു വെച്ചോണം, മഗധ കിങ്ഡം ഭരിച്ച ആദ്യത്തെ ഡൈനാസ്റ്റി, ആദ്യത്തെ രാജവംശം ഏതാണത്? അത് ഹരിയങ്ക ഡൈനാസ്റ്റിയാണ്. മഗധ രാജവംശം അല്ലെങ്കിൽ മഗധ കിങ്ഡം ഭരിച്ച ആദ്യത്തെ രാജവംശമാരാണ്, ഏതാണ്? അത് ഹരിയങ്ക ഡൈനാസ്റ്റിയാണ്. ഇനി ഹരിയങ്ക ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ആദ്യത്തെ റൂളർ, ഫസ്റ്റ് റൂളർ ആരാണ്? അത് ബിംബിസാരനാണ്. മറക്കരുത്, ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറും അതുപോലെ തന്നെ ആദ്യത്തെ റൂളറും ആരാണ്? അത് ബിംബിസാരനാണ്, മറക്കരുത്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം വരാം, ഫസ്റ്റ് മഗധൻ റൂളർ. അപ്പോൾ ഫസ്റ്റ് മഗധൻ ഡൈനാസ്റ്റി ഏതാണെന്ന് നമുക്കറിയാം, ഹരിയങ്ക ഡൈനാസ്റ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് മഗധൻ റൂളർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ റൂളർ തന്നെ ആയിരിക്കില്ലേ? ആരാണത്? അത് ബിംബിസാരനാണ്. അപ്പം ഫസ്റ്റ് മഗധൻ റൂളറും അതുപോലെ തന്നെ ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറും ഫസ്റ്റ് റൂളറും ആരാണ്? അത് ബിംബിസാരനാണ്. പിന്നീട് ഈ ബിംബിസാരനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ബുദ്ധനും മഹാവീരനും കണ്ടംപററി ആയിട്ടുള്ള ഒരു രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹു വാസ് കണ്ടംപററി ടു ബുദ്ധ ആൻഡ് മഹാവീര? കുറേ തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്തോണം ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടി. എന്താണ് ചോദ്യം? ഹു വാസ് അല്ലെങ്കിൽ വിച്ച് കിങ് വാസ് കണ്ടംപററി ടു ബുദ്ധ ആൻഡ് മഹാവീര? ആരാണത്? അത് ബിംബിസാരനാണ്. ഇനി ബിംബിസാരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിംബിസാരൻ മറ്റുള്ള രാജ്യങ്ങളെ, നാട്ടുരാജ്യങ്ങളെയും അതുപോലെ തന്നെ രാജ്യങ്ങളെയും ഒക്കെ തൻ്റെ കിങ്ഡത്തിലേക്ക് ചേർക്കുന്നത് എങ്ങനെയായിരുന്നു? അത് മാട്രിമോണിയൽ അലയൻസസ് വഴിയാണ്. എന്താണ്? വിവാഹം കഴിച്ചുമൊക്കെ അവരുടെ രാജ്യത്തെ തൻ്റെ രാജ്യത്തോടുകൂടി ചേർക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ആര്? ഈ ബിംബിസാരൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ബിംബിസാരൻ ആദ്യമായി വിവാഹം കഴിച്ചത്, ബിംബിസാരൻ്റെ ഫസ്റ്റ് വൈഫ് ആരാണ്? അത് കോസലാദേവിയാണ്. നോട്ട് ചെയ്തോണം, ബിംബിസാരൻ്റെ ഫസ്റ്റ് വൈഫ് കോസലാദേവിയാണ്. കോസല കിങ്ഡത്തിലെ കോസലാദേവിയാണ് ആര്? ബിംബിസാരൻ്റെ ഫസ്റ്റ് വൈഫ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വിവാഹ ബന്ധത്തിലൂടെ ബിംബിസാരന് സ്ത്രീധനമായിട്ട് കിട്ടിയത് ഏത് സ്ഥലമാണെന്ന് ചോദ്യം വരാം. ഏതാണത്? അത് കാശിയാണ്. അപ്പം കോസല കിങ്ഡത്തിലെ കോസലാദേവിയെ വിവാഹം കഴിച്ചതിലൂടെ ബിംബിസാരന് സ്ത്രീധനമായി ലഭിച്ച സ്ഥലം ഏതാണ്? അത് കാശിയാണ് ബിംബിസാരന് സ്ത്രീധനമായിട്ട് ലഭിച്ചത്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് മഗധൻ കിങ്ഡം ഏതാണ്? അത് ഹരിയങ്ക ഡൈനാസ്റ്റിയാണ്. ഫസ്റ്റ് മഗധൻ കിങ്ഡം അല്ല, മഗധൻ കിങ്ഡത്തിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി ഏതാണ്? അത് ഹരിയങ്ക ഡൈനാസ്റ്റിയാണ്. ആരാണ് ഫൗണ്ടറും അതുപോലെ തന്നെ ഫസ്റ്റ് റൂളറും? ബിംബിസാരനാണ്. ബിംബിസാരൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു, എന്താണ്? മാട്രിമോണിയൽ അലയൻസസ് വഴി മറ്റുള്ള സ്ഥലങ്ങളെ അല്ലെങ്കിൽ രാജ്യങ്ങളെ തൻ്റെ രാജ്യത്തേക്ക് ചേർക്കുക എന്നത് ആരുടെ ഒരു ശീലമായിരുന്നു അല്ലെങ്കിൽ ആരുടെ ഒരു പ്രത്യേകതയായിരുന്നു? ബിംബിസാരൻ്റെ പ്രത്യേകതയായിരുന്നു. ബിംബിസാരൻ്റെ ഫസ്റ്റ് വൈഫ് കോസലാദേവിയാണ്. കോസല കിങ്ഡത്തിലാണ്. ആ ഒരു വിവാഹബന്ധത്തിലൂടെ സ്ത്രീധനമായിട്ട് ലഭിച്ചത് എന്താണ്? കാശിയാണ് സ്ത്രീധനമായിട്ട് ലഭിച്ചത്. അതുപോലെ തന്നെ ബുദ്ധനും മഹാവീരനും കണ്ടംപററി ആയിട്ടുള്ള രാജാവ് ആരായിരുന്നു? അത് ബിംബിസാരനായിരുന്നു, മറക്കരുത്. ഹരിയങ്ക ഡൈനാസ്റ്റി വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ്. നമ്മളിപ്പോൾ തൊട്ടു മുമ്പത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ആരാണ് ഹരിയങ്ക ഡൈനാസ്റ്റി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത്? ഫൗണ്ടർ ആരാണ്? അത് ബിംബിസാരനാണ്. ഹരിയങ്ക ഡൈനാസ്റ്റിയിലെയും അതുപോലെ തന്നെ മഗധൻ കിങ്ഡത്തിലെയും ആദ്യത്തെ റൂളറായ ബിംബിസാരനാണ് എന്ത്? ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. മറക്കരുത്, ആരാണ് ഹരിയങ്ക ഡൈനാസ്റ്റി കണ്ടുപിടിച്ചത്? ഫൗണ്ടർ ആരാണ് ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ? അത് ബിംബിസാരനാണ്, മറക്കരുത്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. ഉദയൻ എന്ന് പറയുന്നത് ഏത് ഡൈനാസ്റ്റിയിലെ രാജാവാണ്? ഉദയനും എവിടുത്തെ തന്നെയാണ്? ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ രാജാവാണ്. ആര്? ഉദയനും, മറക്കരുത്. അപ്പം ഉദയൻ എന്ന് പറയുന്നതും ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ ഒരു രാജാവാണ്. അപ്പം ഉദയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാടലീപുത്രത്തിലേക്ക് ക്യാപിറ്റൽ മാറ്റിയത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? രാജഗൃഹത്തിൽ നിന്നും പാടലീപുത്രയിലേക്ക് ക്യാപിറ്റൽ മാറ്റിയത് ഏത് രാജാവാണ്? അത് ഉദയനാണ്, മറക്കരുത്. അങ്ങനെ ചോദ്യം വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻസോടുകൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ഉദയനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി നേരത്തെ ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? പാടലീപുത്രത്തിലേക്ക്, രാജഗൃഹത്തിൽ നിന്നും പാടലീപുത്രയിലേക്ക് ക്യാപിറ്റൽ മാറ്റിയ രാജാവ് ആരാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരാണത്? ഉദയനാണ്. ഇനി അജാതശത്രു എന്ന് പറയുന്നത് ആരാണ്? അതും ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ ഒരു രാജാവാണ്. ആരുടെ പുത്രനാണ്? ബിംബിസാരൻ്റെ പുത്രനാണ്. ആര്? ബിംബിസാരൻ്റെ മകനാണ് ആര്? അജാതശത്രു എന്ന് പറയുന്നത്. അപ്പം ബിംബിസാരന് ശേഷം ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ റൂളറായിരുന്നു ആര്? അജാതശത്രു എന്ന് പറയുന്നത്. ഇനി ശിശുനാഗൻ എന്ന് പറയുന്നത്, ശിശുനാഗ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ട്, അത് നമുക്ക് പോകെ പഠിക്കാം. അപ്പം ശിശുനാഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറും ആദ്യത്തെ റൂളറും ആരാണ്? അത് ശിശുനാഗയാണ്. അപ്പോൾ പേര് പോലെ തന്നെ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും, ശിശുനാഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറും ഫസ്റ്റ് റൂളറും ആരാണ്? അത് ശിശുനാഗനാണ്.
അജാതശത്രു എ റൂളർ ഓഫ് ഹര്യങ്ക ഡൈനാസ്റ്റി വാസ് ദ സൺ ഓഫ് ഡാഷ്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി തൊട്ടു മുമ്പത്തെ ചോദ്യത്തിൽ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. എന്താണ് അജാതശത്രു, അതായത് ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ ഒരു റൂളറായ അജാതശത്രു ആരുടെ പുത്രനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറും അതുപോലെ തന്നെ മഗധൻ കിങ്ഡത്തിലെ ആദ്യത്തെ റൂളറുമായ ബിംബിസാരന്റെ പുത്രനാണ് ആര്? അജാതശത്രു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അജാതശത്രു ഏത് ഡൈനാസ്റ്റിയിൽ വരുന്നതാണ്? ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ റൂളർ തന്നെയാണ്, മറക്കരുത്, നോട്ട് ചെയ്യുക. നെയിം ദ ഇന്ത്യൻ റൂളർ ഓഫ് ഹര്യങ്ക ഡൈനാസ്റ്റി ഹു വാസ് ദ സൺ ഓഫ് അജാതശത്രു ആൻഡ് ഹു ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സിറ്റി പാടലിപുത്ര. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ അജാതശത്രുവിന്റെ മകനായ രാജാവ് എന്ത് ഫൗണ്ടേഷൻ, പാടലിപുത്രയുടെ ഫൗണ്ടേഷൻ ലെയ്ഡ് ചെയ്തത്, അല്ലെങ്കിൽ ആ പാടലിപുത്ര കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ രാജഗൃഹത്തിൽ നിന്നും പാടലിപുത്രയിലേക്ക് മഗധയുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദ്യം വരാം. അത് ആര് തന്നെയാണ്? ഉദയൻ തന്നെയാണ്. അപ്പം ഉദയൻ എന്ന് പറയുന്നത് അജാതശത്രുവിന്റെ മകനാണ്, അതും മറക്കരുത്. അജാതശത്രു ആരുടെ മകനാണ്? ബിംബിസാരന്റെ മകനാണ്. അപ്പം ബിംബിസാരന്റെ മകനാണ് അജാതശത്രു. അജാതശത്രുവിന്റെ മകനാണ് ആര്? ഉദയൻ എന്ന് പറയുന്നത്. അപ്പം ഉദയനെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് എന്ത്? ഉദയഭദ്ര എന്ന്. അപ്പം ഉദയഭദ്ര എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തെറ്റിപ്പോയത് ആര് തന്നെയാണത്? ഉദയനാണ്. അപ്പം ഉദയന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. എന്താണ്? പാടലിപുത്ര എന്ന സിറ്റി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ സിറ്റിക്ക് അടിത്തറയിട്ടത് ആരാണ്? അത് ഉദയനാണ്, അല്ലെങ്കിൽ ഉദയഭദ്രയാണ്. പിന്നീട് നമ്മൾ എന്താണ് പറഞ്ഞത്? മഗധയുടെ ക്യാപിറ്റൽ രാജഗൃഹത്തിൽ നിന്നും പാടലിപുത്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ആരാണ്? അതും ഉദയനാണ്. അതുപോലെ തന്നെ പാടലിപുത്ര എന്ന് പറയുന്നത് പ്രസന്റ് എവിടെയാണ്? പാട്നയാണ്. അത് മറക്കരുത്. അങ്ങനെയും ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. പാടലിപുത്ര എന്ന് പറയുന്നത് എവിടെയാണ്? പാട്നയാണ്. അതും മറക്കരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് അജാതശത്രു? അജാതശത്രുവിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിസ് നെയിം വാസ് ഓൾസോ കുനിക. അപ്പം അജാതശത്രുവിന്റെ പേര് എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കുനിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ഹര്യങ്ക ഡൈനാസ്റ്റി. അവിടെ തന്നെ നമ്മൾ പിടിച്ചു. എന്താണ് നമ്മൾ പറഞ്ഞതാണ്? ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ റൂളർ ബിംബിസാരന് ശേഷം രണ്ടാമതായി വന്നത് ബിംബിസാരന്റെ പുത്രനായ അജാതശത്രുവാണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ബി എന്നുള്ള ഓപ്ഷൻ തെറ്റാണ് എന്ന് മനസ്സിലായി. ദ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വാസ് ഹെൽഡ് അറ്റ് രാജഗൃഹ് ഡ്യൂറിങ് ഹിസ് റീൻ. അത് നമ്മൾ നേരത്തെ, അതായത് ഹിസ്റ്ററിയുടെ തന്നെ ഒരു PYQ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ രാജഗൃഹത്തിൽ വെച്ച് നടന്നു. ആരായിരുന്നു അത് നടത്തിയത്? ഏത് റൂളറായിരുന്നു? അത് അജാതശത്രുവാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പം ബി ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും അറിയില്ല, പക്ഷേ നമുക്ക് ബി മാത്രം അറിയാം. അങ്ങനെയെങ്കിൽ നമുക്ക് വെറുതെ ഓപ്ഷനിലൊന്ന് നോക്കിയാലോ? ആദ്യത്തെ ഓപ്ഷനിൽ ബി ഉണ്ട്. ബി എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പം ബി ഇല്ലാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ ബി ഉണ്ട്, അപ്പോൾ അതെന്തായാലും ഉത്തരമായിട്ട് വരില്ല. സെക്കൻഡ് ഓപ്ഷനിൽ ബി ഇല്ല, അത് ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ എന്തുണ്ട്? ബി ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ഉത്തരമായി വരില്ല. നാലാമത്തെ ഓപ്ഷനിൽ എന്തുണ്ട്? ബി ഉണ്ട്, അതുകൊണ്ട് അതും ഉത്തരമായി വരില്ല. അപ്പോൾ ഏതേ ഉള്ളൂ ബി ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷനുള്ളത്? ഏതാണ്? ഓപ്ഷൻ 2 ആണ്. എ, സി ആൻഡ് ഡി ആണ്. ഇപ്പം നമുക്ക് അജാതശത്രുവിനെ കുറിച്ച് ബാക്കിയൊന്നും അറിയില്ല, ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ അറിയുള്ളെങ്കിലും എന്താണ്, നമുക്ക് ചില ക്വസ്റ്റ്യൻ്റെയൊക്കെ ഉത്തരം ഓപ്ഷൻസിൽ നിന്നും എലിമിനേറ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ഓരോ പോയിന്റും നല്ല വ്യക്തമായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. ഇനി ഏതെങ്കിലും നമ്മൾ മറന്നുപോയെങ്കിൽ തന്നെ സാരമില്ല, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓപ്ഷൻസിൽ നിന്നും എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അപ്പം എന്താണ്? എയും സിയും ഡിയും ശരിയാണ്. അജാതശത്രുവിന്റെ പേരാണ്, അജാതശത്രുവിനെ എങ്ങനെ അറിയപ്പെട്ടിരുന്നു? കുനീക എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ, അത് നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റാണ്. രാജഗൃഹത്തിൽ വെച്ച് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നത് ഏത് റൂളറാണ്? അത് അജാതശത്രുവാണ്. ഇനി അതുപോലെ തന്നെ എന്താണ്? ഹി ഇൻ്റഗ്രേറ്റഡ് ലിച്ചാവി കിങ്ഡം ഇൻ ടു മഗധ. എന്താണ്? മഗധയിലേക്ക് ലിച്ചാവി കിങ്ഡം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഏത് രാജാവാണ്, അല്ലെങ്കിൽ ഏത് റൂളറാണ്? പഠിച്ചോണം, ഏത് റൂളറാണ്? അത് അജാതശത്രുവാണ്. ഇനി ബുദ്ധൻ മരണപ്പെടുന്നത് ഏത് റൂളറിന്റെ ഭരണകാലഘട്ടത്തിലാണെന്ന് ചോദ്യം വരാം. അതാരുടെയാണ്? അജാതശത്രുവിന്റെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പം ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ബുദ്ധൻ മരണപ്പെടുന്നതും ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? അജാതശത്രുവിന്റെ ഭരണകാലഘട്ടത്തിലാണ്. ഇനി അതുപോലെ തന്നെ ദ മോസ്റ്റ് അഗ്രസീവ് റൂളർ ഓഫ് ഹര്യങ്ക ഡൈനാസ്റ്റി, അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? മോസ്റ്റ് അഗ്രസീവ് റൂളർ ഓഫ് ഹര്യങ്ക ഡൈനാസ്റ്റി ആരാണത്? അത് അജാതശത്രുവാണ്. അഗ്രസീവ് മാത്രമല്ല, മോസ്റ്റ് പവർഫുൾ ആൻഡ് അഗ്രസീവ് റൂളർ ഓഫ് ഹര്യങ്ക ഡൈനാസ്റ്റി എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ആര് തന്നെയാണ്? അജാതശത്രു തന്നെയാണ്, മറക്കരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മഗധൻ എംപറേഴ്സ് അനെക്സ്ഡ് അങ്ക ഇൻ ടു ഹിസ് എംപയർ? അപ്പം താഴെ പറയുന്നവയിൽ ഏത് മഗധൻ എംപററാണ് എന്താണ് അങ്ക എന്ന് പറയുന്ന മഹാജനപദ കൂടെ മഗധയിലേക്ക്, അല്ലെങ്കിൽ തൻ്റെ എംപയറിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് രാജാവിനാലാണ്, അല്ലെങ്കിൽ ഏത് ഭരണാധികാരിയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഓൾറെഡി മഹാജനപദാസും അതിൻ്റെ ക്യാപിറ്റൽസും ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു മഹാജനപദയാണ് ഏത്? അങ്ക എന്ന് പറയുന്നത്. അപ്പം അങ്ക തൻ്റെ എംപയർ തൻ്റെ ആ ഒരു രാജ്യത്തോടുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണാധികാരിയാണ്? അത് അജാതശത്രുവല്ല. ആരാണ്? ബിംബിസാരനാണ്. നമുക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. ബിംബിസാരനാണ് എന്ത്? അങ്ക തൻ്റെ രാജ്യത്തോടുകൂടി കൂട്ടിച്ചേർത്തത്. നമ്മൾ ബിംബിസാരൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞതാണ് ആദ്യമായി ബിംബിസാരനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ. എന്താണ്? മാട്രിമോണിയൽ അലയൻസസ് വഴി, അതായത് അതുപോലുള്ള വിവാഹം കഴിച്ചും അത് സ്ത്രീധനമായിട്ടൊക്കെ നേടിയിട്ടായിരുന്നു എന്ത്? മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു മഹാജനപദങ്ങൾ തൻ്റെ രാജ്യത്തോടുകൂടി ഈ ബിംബിസാരൻ ചേർത്ത് വെച്ചിരുന്നത് അല്ലെങ്കിൽ പിടിച്ചടക്കിയിരുന്നത്. പിടിച്ചടക്കി എന്ന് പറയാൻ പറ്റില്ല. സ്ത്രീധനമായിട്ട് കിട്ടുമ്പോൾ എന്താണ്? അങ്ങനെയായിരുന്നു എന്ത്? തൻ്റെ രാജ്യം അയാളെ എക്സ്പാൻഡ് ചെയ്തിരുന്നത്. പക്ഷേ അങ്കയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആയിരുന്നില്ല എന്ത്? അങ്കയുമായിട്ട് ബിംബിസാരൻ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ്? യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി തന്നെയാണ് എന്ത്? അങ്ക ബിംബിസാരൻ പിടിച്ചെടുത്തത്. അങ്ങനെ അങ്ക ബിംബിസാരൻ പിടിച്ചെടുക്കുമ്പോൾ അങ്കയുടെ റൂളർ ആരായിരുന്നു? അത് ബ്രഹ്മദത്തനായിരുന്നു. ആരാണ്? ബ്രഹ്മദത്തയായിരുന്നു എന്ത്? ബിംബിസാരൻ അങ്ക പിടിച്ചെടുക്കുമ്പോൾ അങ്കയുടെ ഭരണാധികാരി അല്ലെങ്കിൽ അങ്ക ഭരിച്ചിരുന്നത് ആരാണ്? അത് ബ്രഹ്മദത്തനായിരുന്നു. നോട്ട് ചെയ്തോണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനിയും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അങ്കയുടെ ക്യാപിറ്റൽ. നമ്മൾ പലതവണ പല PYQ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പലതവണയായിട്ട് പറഞ്ഞതാണ് എന്ത്? അങ്കയുടെ ക്യാപിറ്റൽ എന്താണെന്ന്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും നോക്കി ആ ഒരു വീഡിയോ കണ്ടല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതിൻ്റെ നോട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? അതൊരു റിവിഷനും കൂടിയാണ്. നിങ്ങൾ പിന്നെയും അത് ഓർത്തിരിക്കും, മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയെങ്കിൽ നിങ്ങൾ നേരത്തെ എഴുതി വെച്ച നോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കതൊരു റിവിഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? അങ്ക തൻ്റെ രാജ്യത്തോടു കൂടി അല്ലെങ്കിൽ തൻ്റെ എംപയറിനോട് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ട രാജാവ് ആരാണ് അല്ലെങ്കിൽ ഭരണാധികാരി ആരാണ്? അത് ബിംബിസാരനായിരുന്നു. അപ്പം ബിംബിസാരൻ അങ്കയുമായിട്ടുള്ളത് ഒരു ഫ്രണ്ട്ലി റിലേഷൻ അല്ലായിരുന്നു. അതുപോലെ തന്നെ ബിംബിസാരൻ അങ്ക പിടിച്ചെടുക്കുമ്പോൾ അങ്കയുടെ ഭരണാധികാരി ആരായിരുന്നു? അത് ബ്രഹ്മദത്തനായിരുന്നു. അതുപോലെ തന്നെ അങ്കയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ വർക്ക് ഓഫ് അശ്വഘോഷ? അശ്വഘോഷയുടെ വർക്ക് അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഈ അശ്വഘോഷ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലോസഫറും അതുപോലെ തന്നെ ഒരു പോയറ്റ്, ഒരു കവിയും ഒക്കെ ആയിരുന്നു. ആര്? ഈ അശ്വഘോഷ എന്ന് പറയുന്നത്. അശ്വഘോഷയെക്കുറിച്ച് സ്ഥിരമായിട്ട് SSCയും അതുപോലെ തന്നെ RRBയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബുദ്ധചരിത എഴുതിയത് ആരാണെന്ന്. അപ്പം ബുദ്ധചരിത എഴുതിയത് ആരാണ്? അത് അശ്വഘോഷയാണ്. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ആ ചോദ്യം ബുദ്ധചരിത എഴുതിയത് ആരാണ്? അശ്വഘോഷയാണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് അശ്വഘോഷയുടെ വർക്ക് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഓപ്ഷൻ? സരിപുത്ര, പ്രകാരണ, ബുദ്ധചരിത, സൗന്ദരനന്ദന, പിന്നെന്താണ്? മഞ്ജുശ്രീ, മുളകൽപ്പ. അപ്പം ഇതിൽ അശ്വഘോഷയുടെ വർക്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബുദ്ധചരിത ഓൾറെഡി നമ്മൾ പറഞ്ഞു, അശ്വഘോഷ എഴുതിയതാണ് എന്ത്? ബുദ്ധചരിത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സരിപുത്ര, പ്രകാരണ എന്ന് പറയുന്ന സംസ്കൃത നാടകം എഴുതിയതും ആര് തന്നെയാണ്? അതും അശ്വഘോഷ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൗന്ദരനന്ദനെയും എഴുതിയ അല്ലെങ്കിൽ സൗന്ദരനന്ദ എഴുതിയതും ആരാണ്? അതും അശ്വഘോഷയാണ്. അപ്പോൾ ഇതിൽ അശ്വഘോഷയുടെ വർക്ക് അല്ലാത്തത് ഏതാണ്? മഞ്ജുശ്രീ, മുളകൽപ്പയാണെന്ത്? അശ്വഘോഷയുടെ വർക്ക് അല്ലാത്തത്. അപ്പം അശ്വഘോഷയുടെ വർക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ബുദ്ധചരിതയ്ക്ക് പകരം ഇനി അടുത്ത തവണ ചോദിക്കാൻ പോകുന്ന എന്തായിരിക്കും? സൗന്ദരനന്ദയായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ തെറ്റിപ്പോകരുത്. അതുകൊണ്ട് തന്നെ ഓർത്തു വെക്കുക. അശ്വഘോഷയുടെ വർക്കുകൾ ഏതൊക്കെയാണ്? സരിപുത്ര, പ്രകാരണ, ബുദ്ധചരിത, അതുപോലെ തന്നെ സൗന്ദരനന്ദയാണ്. അപ്പം സരിപുത്ര പ്രകാരണ എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്, സംസ്കൃത നാടകമാണ് സരിപുത്ര പ്രകാരണ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഫാദർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ എന്നറിയപ്പെടുന്നത് ആരാണ്? അതും അശ്വഘോഷയാണ്. മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പം എന്തൊക്കെയാണ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്? അശ്വഘോഷയുടെ വർക്കുകൾ ഏതൊക്കെയാണ്? സരിപുത്ര പ്രകാരണ സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്. അതുപോലെ തന്നെ ബുദ്ധചരിത എഴുതിയത് ആരാണ്? അശ്വഘോഷയാണ്. ഇനിയും സൗന്ദരനന്ദ എഴുതിയത് ആരാണ്? അതും അശ്വഘോഷയാണ്. അശ്വഘോഷ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫാദർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ അല്ലെങ്കിൽ ഫാദർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് ചോദ്യം വരാം. അത് ആരാണ്? അത് അശ്വഘോഷയാണ്. മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക. The famous weapons Mahashilakantaka and Rathamusala in ancient India were belong to whom? എന്താണ്? മഹാശിലകാന്തകയും അതുപോലെ തന്നെ രഥമുസാല എന്ന് പറയുന്ന രണ്ട് വെപ്പൺസ് ഏത് ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഏത് രാജാവിൻ്റെ ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെയാണ്? അത് അജാത ശത്രുവിൻ്റെയാണ്. അപ്പം ഈ മഹാശിലകാന്തകയും രഥമുസാലയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ഈ നമ്മൾ കവണയിൽ കല്ല് വെച്ചടിക്കുന്ന പോലെ വലിയ പാറക്കല്ലുകൾ ഒരു വലിച്ചു വെച്ചിട്ടിങ്ങനെ
വിടില്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്, ഈ മഹാശിലകാന്തക എന്ന് പറയുന്നത്. കല്ല് പോകുന്ന നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ വലിയ ഉരുളൻ കല്ലുകൾ, വലുതായിട്ടുള്ള കല്ലുകളെല്ലാം കൂടെ നമ്മളിങ്ങനെ വലിച്ച് വിടുന്ന, എനിമീസിന് നേരെ വലിച്ചു വിടുന്ന ആ ഒരു അതേപോലെ ഇരിക്കും ആ ഒരു വെപ്പണാണ് എന്തെന്ന് പറയുന്നത്, മഹാശിലകാന്തക എന്ന് പറയുന്നത്. അതിലെ പൽവാൽ ദേവന്റെ, അല്ലെ റാണ ദഗ്ബാട്ടി അവതരിപ്പിച്ചിരിക്കുന്ന പൽവാൽ ദേവൻ എന്ന കഥാപാത്രത്തിന്റെ ഒരു വാഹനമുണ്ടല്ലോ, മുമ്പിലുള്ളവരെ എല്ലാം ഇങ്ങനെ കൊന്നു തള്ളി പോകുന്ന ഒരു വാഹനമുണ്ടല്ലോ, അതാണെന്ത്, രഥമുസാല എന്ന് പറയുന്നത്. ഇപ്പം മഹാശിലകാന്തകയും രഥമുസാലയും എന്താണ്, അല്ലെങ്കിൽ ആരുടെ ആയുധങ്ങളായിരുന്നു, ഏത് രാജാവിൻ്റെ ആയുധങ്ങളായിരുന്നു അത് അജാതശത്രുവിൻ്റെ ആയുധങ്ങളായിരുന്നു. നമ്മൾ അജാതശത്രുവിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. എന്താണ്, മോസ്റ്റ് പവർഫുൾ ആൻഡ് അഗ്രസീവ് റൂളർ ഓഫ് ഹരിയങ്ക ഡൈനാസ്റ്റി. എന്താണ്, ഭയങ്കര അഗ്രസീവായിട്ടും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുമുള്ള ഒരു റൂളറായിരുന്നു ആര്, അജാതശത്രു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അജാതശത്രുവിൻ്റെ ആയുധങ്ങളും എന്തായിരിക്കും, അത്രയ്ക്ക് അഗ്രസീവും പവർഫുള്ളും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പം രഥമുസാലയും അതുപോലെ തന്നെ മഹാശിലകാന്തകയും ആരുടെ ആയുധങ്ങളാണ്, അജാതശത്രുവിൻ്റെ ആയുധങ്ങളാണ്, മറക്കരുത്. ബിംബിസാര സെന്റ് ഫിസിഷ്യൻ ജീവക ടു ട്രീറ്റ് ദ കിങ് ഓഫ് വിച്ച് ഡൈനാസ്റ്റി. അപ്പം ബിംബിസാരൻ ഫിസിഷ്യനായ ജീവകയെ ഏത് ഡൈനാസ്റ്റിയിലെ രാജാവിൻ്റെ അസുഖം ഭേദമാക്കാനായിട്ടാണ് അയച്ചത്. അപ്പം ഇതിലെ പോയിന്റ്സ് എല്ലാം പല പല ചോദ്യങ്ങളായിട്ട് പല പല പരീക്ഷകളിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പറയുന്ന പോയിന്റ്സ് എല്ലാം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഏത് ഡൈനാസ്റ്റിയിലെ രാജാവിനെ ചികിത്സിക്കാനാണ് ബിംബിസാരൻ ഫിസിഷ്യനായി ജീവകയെ അയച്ചത്, അവന്തിയിലെ രാജാവിനെയാണ്. അവന്തിയിലെ ഏത് കിങ്ങിനെയാണ്, കിങ് പ്രദ്യോത. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏത് രാജാവിനെയാണെന്ന് പ്രത്യേകം എടുത്തു ചോദിച്ചിട്ടുണ്ട് BYQയിൽ. ഏത് രാജാവിനെയാണ്, കിങ് പ്രദ്യോതയാണത്, മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അവന്തി കിങ്ങായ പ്രദ്യോതയെ ചികിത്സിക്കാനായിട്ടാണ് ബിംബിസാരൻ ഫിസിഷ്യനായി ജീവകയെ അയച്ചത്. അതുപോലെ തന്നെ പ്രദ്യോതയ്ക്ക് എന്തായിരുന്നു അസുഖം, ജോണ്ടിസ് ആയിരുന്നു, മഞ്ഞപ്പിത്തമായിരുന്നു. അതും നോട്ട് ചെയ്തോണം, അങ്ങനെയും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അവന്തി കിങ്ങായ പ്രദ്യോതയ്ക്ക് എന്തായിരുന്നു, ജോണ്ടിസിൽ നിന്ന് സഫർ ചെയ്യുകയായിരുന്നു, മഞ്ഞപ്പിത്തമായിരുന്നു. അപ്പം അത് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ടാണ് ബിംബിസാരൻ തൻ്റെ പേഴ്സണൽ ഫിസിഷ്യനായ, തൻ്റെ മാത്രമല്ല ബിംബിസാരൻ്റെയും അതുപോലെ തന്നെ ബുദ്ധൻ്റെയും പേഴ്സണൽ ഫിസിഷ്യനായിരുന്നു ആര്, ജീവക എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പം ജീവക എന്ന് പറയുന്നത് ആരാണ്, ബിംബിസാരൻ്റെയും അതുപോലെ തന്നെ ബുദ്ധൻ്റെയും പേഴ്സണൽ ഫിസിഷ്യനായിരുന്നു. അപ്പം അങ്ങനെയുള്ള പേഴ്സണൽ ഫിസിഷ്യനായി ജീവകയെ അവന്തി കിങ്ങായ പ്രദ്യോതയ്ക്ക് ജോണ്ടിസ് വന്നപ്പോൾ ബിംബിസാരൻ അത് ചികിത്സിക്കാനായി അയക്കുകയാണ്. അപ്പം മറക്കരുത്, ആരെയാണ് അല്ലെങ്കിൽ ഏത് ഫിസിഷ്യനെയാണ് അവന്തി കിങ്ങായ പ്രദ്യോതയ്ക്ക് ജോണ്ടിസ് പിടിപെട്ടപ്പോൾ ബിംബിസാരൻ ഏത് ഫിസിഷ്യനെയാണ് അയച്ചതെന്ന് ചോദിക്കാം. ആരെയാണ് അയച്ചത്, ജീവകയെയാണ് അയച്ചത്. മറക്കരുത്, ഈ പേരുകളൊന്നും മറക്കരുത്. ജീവകയെയാണ് അയക്കുന്നത്. ജീവകയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഏത് രാജാവിനാണ് അസുഖം വന്നത്, അവന്തിയിലെ രാജാവായ പ്രദ്യോതയ്ക്കാണ് അസുഖം വന്നത്. എന്തായിരുന്നു അസുഖം, മഞ്ഞപ്പിത്തമായിരുന്നു. ആരാണ് ഇനി അതുപോലെ ഫിസിഷ്യനെ അയച്ചത്, ബിംബിസാരനായിരുന്നു. ഇനി ഫിസിഷ്യൻ ജീവക എന്ന് പറയുന്നത് ബിംബിസാരൻ്റെയും അതുപോലെ തന്നെ ബുദ്ധൻ്റെയും പേഴ്സണൽ ഫിസിഷ്യനായിരുന്നു. അതും മറക്കരുത്, ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. During the reign of Bimbisara and Ajatashatru, the prosperity of Magadha reached its zenith. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ബിംബിസാരൻ്റെയും അജാതശത്രുവിൻ്റെയും ഭരണകാലത്തിൽ മഗധയുടെ പ്രോസ്പെരിറ്റി എന്തായിരുന്നു, അങ്ങ് ഉയർച്ചയിൽ നിൽക്കുകയായിരുന്നു. അജാതശത്രു ഡിഫീറ്റഡ് ബ്രഹ്മദത്ത ഓഫ് അംഗ ആൻഡ് അനക്സ്ഡ് ദാറ്റ് കിങ്ഡം. വിച്ച് among the following statement is or are correct? എന്താണ് ഈ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ്, അല്ലെങ്കിൽ രണ്ടും കറക്റ്റ് ആണോ രണ്ടും തെറ്റാണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ബിംബിസാരൻ്റെയും അജാതശത്രുവിൻ്റെയും ഭരണകാലത്തിൽ മഗധയുടെ പ്രോസ്പെരിറ്റി എന്താണ്, നല്ല രീതിയിൽ തന്നെ ഏറ്റവും ഹൈയിൽ തന്നെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് എന്താണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. അജാതശത്രു ഡിഫീറ്റഡ് ബ്രഹ്മദത്ത ഓഫ് അംഗ ആൻഡ് ആനക്സ്ഡ് ദാറ്റ് കിങ്ഡം. നമ്മൾ തൊട്ടു മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. അംഗ എന്ന മഹാജനപദ തൻ്റെ എംപയറിലേക്ക് ചേർത്ത് വെച്ച രാജാവ് ആരാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ആരാണത്, ബിംബിസാരനാണ്. അങ്കയിൽ ആ സമയത്തെ രാജാവ് ആരായിരുന്നു, ബ്രഹ്മദത്തനാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബിംബിസാരൻ അങ്കയുമായിട്ടൊരു ഫ്രണ്ട്ലി റിലേഷൻ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പിടിച്ചെടുക്കുമ്പോൾ ആരായിരുന്നു അങ്കയുടെ റൂളർ, അത് ബ്രഹ്മദത്തനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അജാതശത്രുവാണോ അങ്ക പിടിച്ചെടുത്തത്, അല്ല. ആരാണ്, അത് ബിംബിസാരനാണ്. അപ്പം ഇവിടുത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഏത് മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ളത്, സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ ഉള്ളൂ എന്ത് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്, 1 ഒള്ളിയാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത്. അജാതശത്രു സെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മിനിസ്റ്റേഴ്സ് ടു ബുദ്ധ ടു ഗെറ്റ് അഡ്വൈസ് ഓൺ അറ്റാക്ക് ഓൺ ദ വാജീസ്. എന്താണ്, ഈ വാജി മഹാജനപദ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിനു വേണ്ടിയുള്ള അഡ്വൈസ് തേടാനായിട്ട് തൻ്റെ ഒരു മിനിസ്റ്ററെ ബുദ്ധൻ്റെ അടുത്തേക്ക് ആര് വിടുന്നു, അജാതശത്രു അയക്കുന്നു. ആ മിനിസ്റ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ആ മിനിസ്റ്റർ, അത് വസാകരയാണ്. വസാകരാന്നോ വസകാരാന്നോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വായിക്കാം. ഇത് ഓർത്തിരുന്നാൽ മാത്രം മതി, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം തൻ്റെ ചീഫ് മിനിസ്റ്ററായ
വസാകാരയാണ് അല്ലെങ്കിൽ വസാകരയാണ് എന്ത് ബുദ്ധന്റെ അടുത്തേക്ക് അയക്കുന്നു. ആരയക്കുന്നു? അജാതശത്രു അയക്കുന്നു. എന്തിനു വേണ്ടി? വാജി ജനപദയെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിനെ അഡ്വൈസ് നേടാനായിട്ട് അല്ലെങ്കിൽ അഡ്വൈസ് തേടാനായിട്ട് തൻ്റെ ഉപദേശം സ്വീകരിക്കാനായിട്ട് തൻ്റെ ചീഫ് മിനിസ്റ്ററായ വസാകരയെ എവിടേക്ക് അയക്കുകയാണ്? ബുദ്ധന്റെ അടുത്തേക്ക് അയക്കുകയാണ്. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ അഹിംസ വിശ്വസിക്കുന്ന ഒരാളാണ് ബുദ്ധൻ. ആ ബുദ്ധന്റെ അടുത്തേക്കാണ് എന്ത് തൻ്റെ ചീഫ് മിനിസ്റ്ററായ വസാകരയെ വാജി അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അഡ്വൈസ് തേടാനായിട്ട് ആരയക്കുന്നത്? അജാതശത്രു അയക്കുന്നത്. അപ്പം ഇങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. തൻ്റെ ചീഫ് മിനിസ്റ്ററായ അല്ലെങ്കിൽ തൻ്റെ മിനിസ്റ്റേഴ്സിൽ ഒരാളായ വസാകരയെ ബുദ്ധന്റെ അടുത്തേക്ക് അഡ്വൈസ് തേടാനായിട്ട് വാജി ജനപദ അറ്റാക്ക് ചെയ്യാനുള്ള അഡ്വൈസ് തേടാനായിട്ട് അയച്ചത് ഏത് രാജാവാണെന്ന് ചോദിക്കാം. അത് അജാതശത്രുവാണ്. ഇനിയും മിനിസ്റ്ററിനെ അയച്ചത് ആരുടെ അടുത്തേക്കാണെന്ന് വേണം ചോദിക്കാം. അത് ബുദ്ധന്റെ അടുത്തേക്കാണ് അയച്ചത്. ഏത് ജനപദ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബുദ്ധന്റെ അടുത്തേക്ക് വസാകരയെ അയച്ചതെന്ന് ചോദിക്കാം. അത് ഏത് ജനപദയാണ്? അത് വാജിയാണ്. അതുപോലെ തന്നെ വാജി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബുദ്ധന്റെ അടുത്തേക്ക് ഏത് മിനിസ്റ്ററെയാണ് അയച്ചതെന്നും ചോദിക്കാം. അതാണിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം. ആരെയാണ് അയച്ചിരിക്കുന്നത്? അത് വസാകരയാണ്. മറക്കരുത്. അപ്പം നമ്മൾ അജാതശത്രുവിനെ കുറിച്ച് കുറേ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഗാന്ധിജി അജാതശത്രു എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അതാരാണ്? അത് SSC-RRB പരീക്ഷയ്ക്കൊക്കെ സ്ഥിരം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗാന്ധിജി അജാതശത്രു എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഗാന്ധിജി അജാതശത്രു എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. മറക്കരുത്. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? അങ്ങനെയും ചോദിക്കാം. എന്താണ്? അജാതശത്രു എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മറക്കരുത്. നോട്ട് ചെയ്ത് വെക്കുക. ദ ലാസ്റ്റ് റെക്കോർഡഡ് റൂളർ ഓഫ് ഹരിയങ്ക ഡൈനാസ്റ്റി വാസ്. അപ്പം ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും അവസാനത്തെ റൂളർ ആരാണ്? അത് നാഗദശകയാണ്. മറക്കരുത്. ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? അത് നാഗദശകയാണ്. നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ ആരാണ്? അത് നാഗദശകയാണ്. ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ റൂളർ ആരാണ്? ബിംബിസാരനാണ്. മറക്കരുത്. അതുപോലെ തന്നെ ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ ആരാണ്? അത് നാഗദശകയാണ്. ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ മോസ്റ്റ് പവർഫുൾ ആൻഡ് അഗ്രസീവ് റൂളർ ആരാണ്? അത് അജാതശത്രുവാണ്. അതുപോലെ തന്നെ ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ മഗധയുടെ ക്യാപിറ്റൽ രാജഗൃഹത്തിൽ നിന്നും പാടലിപുത്രയിലേക്ക് മാറ്റിയത് ആരാണ്? അത് ഉദയനാണ്. മറക്കരുത്. നമ്മുടെ PYQ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SSCക്കും RRBക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.